നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. പുതുതായി ചുമതലയേറ്റ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ സ്വാഗതം ചെയ്യുന്നത് വിവാദങ്ങളോ? കൊടകര കേസിൽ ബി.ജെ.പിക്ക് ക്ലീൻ ചീറ്റ് നൽകി ഇ.ഡി. കുറ്റപത്രം നൽകിയത് അധ്യക്ഷൻ സ്ഥാനമേറ്റ് രണ്ടാം ദിവസം. CPM-ഉം ഒപ്പം കോൺഗ്രസും അത് ആയുധമാക്കി ആരോപണങ്ങൾ ഉയർത്തുന്നു. തിരുവനന്തപുരത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ വന്നത് ഇന്ന് രാവിലെ. രാജീവ് ചന്ദ്രശേഖറിന്റെ തോൽവിക്ക് പിന്നിൽ രാജേഷ് എന്ന ഗുരുതരമായ ആരോപണങ്ങളോടെ വന്ന പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ജില്ലാ കമ്മിറ്റി ഓഫീസിലും പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അടക്കമാണ്. കടുത്ത അതൃപ്തിയിലായ പാർട്ടി അധ്യക്ഷൻ മുഖം നോക്കാതെ നടപടിയെന്നാണ് പ്രതികരിച്ചത്. പാർട്ടിക്ക് പുതിയ മുഖം നൽകാനിരിക്കുന്ന രാജീവിനെ സ്വാഗതം ചെയ്യുന്നത് വിവാദങ്ങളോ? ഗ്രൂപ്പില്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച അധ്യക്ഷൻ ബി.ജെ.പിയിൽ അത് എത്രത്തോളം സാധ്യമാണ്? വിവാദമൊഴിയാ ദിവസങ്ങളാണോ രാജീവ് ചന്ദ്രശേഖറിനെ കാത്തിരിക്കുന്നത്? പ്രത്യേക ചർച്ച ഇത് അടുത്ത ഒരു മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്നു. മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പമുണ്ട്. ശ്രീ പ്രിന്റു മഹാദേവ് ബി.ജെ.പിയുടെ പ്രതിനിധിയായി ചർച്ചയുടെ ഭാഗമാകുന്നു. നിജേഷ് അരവിന്ദ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകനും ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസംഗമുണ്ട്. അദ്ദേഹം പിന്നീട് നടത്തിയ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന്, ഗ്രൂപ്പ് ഇല്ലാതാക്കും. ആ കാര്യത്തിൽ തനിക്ക് മുഖം നോക്കാതെ പല നടപടികളും എടുക്കേണ്ടി വരും. തൻ്റെ മുന്നിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ഒരു മുഖം മിനുക്കൽ ഇതുവരെ ഉണ്ടായ സംസ്ഥാന അധ്യക്ഷന്മാരുടെ മാറ്റം എന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ താഴെത്തട്ട് നടക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമാണോ? പഴയതുപോലെ പോസ്റ്റർ പതിപ്പിക്കൽ, പരസ്പര ആരോപണങ്ങൾ, ഇനി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, അങ്ങനെ ബി.ജെ.പി. പഴയപടി തന്നെ പോകും എന്ന് പ്രതീക്ഷിക്കണോ? ശ്രീ രഞ്ജിത്ത്, ബി.ജെ.പി. പഴയപടി തന്നെ പോകുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് പുത്തരിയിൽ തന്നെ കല്ലുകടി ഉണ്ടായത്. രണ്ട് പ്രധാന സംഭവങ്ങൾ, കൊടകര കുഴൽപ്പണ കേസും അതുപോലെ തിരുവനന്തപുരത്തെ പോസ്റ്റർ വിവാദവും. ഇത് രണ്ടും തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യ ദിനങ്ങൾ തന്നെ സാമാന്യം എരിവും പുളിയുമുള്ളതായി മാറ്റുന്ന ഒരു കാഴ്ചയാണ്. അത് ബാപ്റ്റിസം ബൈ ഫയർ എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ ഒരു പിടി പ്രശ്നങ്ങൾ ആദ്യം തന്നെ വന്ന് വീഴുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യം ചുമതല ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ബി.ജെ.പി. പ്രവർത്തകരോടായി നടത്തിയ ഒരു റെറ്ററിക്, ഒരു സംസാരമുണ്ട്. അതിൽ പ്രധാനമായി ഊന്നിപ്പറഞ്ഞത് താൻ പറ്റി പോളിറ്റിക്സിലൊന്നുമല്ല ഇടപെടുന്നത്, അത് കേരളത്തിൻ്റെ ഒരു വികസന അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. മധ്യവർഗത്തിനും അതുപോലെ പുതിയ ന്യൂ ഗ്രൂപ്പ് ഓഫ് വോട്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു പക്ക രാഷ്ട്രീയ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഉപരിയായി സ്വാധീനമുണ്ടാക്കാൻ, ബി.ജെ.പിക്ക് സ്വാധീനമുണ്ടാക്കാൻ താൻ ഒരു ടെക്നോക്രാറ്റാണ്, താൻ വ്യത്യസ്തമായ രീതിയിൽ വളർന്നു വന്നയാളാണ്, സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച രാജീവ് ചന്ദ്രശേഖരനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആദ്യം തന്നെ ഇപ്പം രണ്ട് വിവാദങ്ങൾ ഒരുമിച്ച് വരികയാണ്. കൊടകര കുഴൽപ്പണ കേസ് എന്ന ആ ഒരു ദുർഭൂതം ബി.ജെ.പിയെ തുടർന്നും വേട്ടയാടുന്നു. ഇ.ഡി. ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പ്രതിപക്ഷങ്ങൾ ഇപ്പോൾ മുറവിളി കൂട്ടുകയാണ്. കാരണം കേരള പോലീസ് അന്വേഷിച്ച് പ്രഥമദൃഷ്ടിയ ഒരു കേസിനുള്ള സംഭവമുണ്ട് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ അത് ഒരിക്കൽ ഈ പണം കൈമാറി കഴിഞ്ഞതിന് ശേഷം ആ പണത്തിൻ്റെ പോക്ക് മാത്രമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ട്രേസ് ചെയ്തത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. അത് കടന്നു വന്ന നാൾ വഴികളും അജ്ഞാതമാണ്. ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്നത് ഇപ്പോഴും പുകമറയായി നിൽക്കുന്നു. അതൊരു വശം. അപ്പോൾ അതിൽ ആരോപണ വിധേയരായ ആളുകൾ, മുൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആരോപണ വിധേയരായ ആളുകൾ, അത് പാർട്ടിക്കുള്ളിൽ തന്നെ അതേക്കുറിച്ച് എന്തെങ്കിലും കൂലങ്കഷമായ ചർച്ചകൾ, ഇൻ ഹൗസ് ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. രണ്ട്, സംഘടനാ ചട്ടങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട്, എല്ലാ മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകരാണ് ഈ പോസ്റ്റർ പതിച്ചതിന് പിന്നിലെങ്കിൽ വി രാജേഷ് എന്ന മുൻ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ വസതിക്ക് പുറത്തും ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്തും സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് പുറത്തുമായി രാജീവ് ചന്ദ്രശേഖരന് കൂടി കാണത്തക്ക രീതിയിൽ ഇംഗ്ലീഷിൽ പതിച്ച പോസ്റ്ററുകൾ മലയാളത്തിലും. അതാണ് പ്രധാനം. കാരണം പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ മുഖം മീനിക്കാൻ ഇറങ്ങിയ ആളെ കാത്തിരിക്കുന്നത് ഇത്തരം പോസ്റ്ററുകളാണെങ്കിൽ, നേരത്തെയും ഇതുപോലെ ഒരുപാട് പോസ്റ്ററുകൾ സംഭവിച്ചൊരു പാർട്ടിയാണ്. പുതിയ മുഖമാണെന്നും പുതിയ രീതിയാണെന്നും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാന്യത പ്രവർത്തകർക്കും മറ്റു നേതാക്കൾക്കും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ആരും അറിയാതൊരു പോസ്റ്റർ അവിടെ ഒന്നും പതിക്കില്ലല്ലോ.
ശൂന്യതയിൽ നിന്ന് ഒരിക്കലും ഒരു പോസ്റ്റർ അങ്ങനെ നാടകീയമായി പ്രത്യക്ഷപ്പെടുത്തൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ പ്രഥമ ദൃഷ്ടിയാ കാണാവുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ഘടകത്തിനുള്ളിൽ ഉള്ള ചില ബലാബലങ്ങൾ, സമവാക്യങ്ങൾ ഇതെല്ലാം മാറി മറിയുന്നു. കെ സുരേന്ദ്രനോട് അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവാണ് ശ്രീ വി രാജേഷ്. അപ്പോൾ അദ്ദേഹത്തോട് വിരോധമുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ ഈ സംവിധാനം, ഈ പോക്കിനോട് വിരോധമുള്ള ആളുകൾ ഒരുപക്ഷെ ഈ അവസരം, അധികാര കൈമാറ്റം എന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചില വിഷയങ്ങൾ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ബി ജെ പിയെക്കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പഴി, ബി ജെ പിക്ക് ജൈവികമായ വളർച്ച കേരളത്തിൽ ഉണ്ടാകുമ്പോഴും നേതാക്കൾ തമ്മിലുള്ള പരസ്പരം മൂപ്പിളമ തർക്കങ്ങളും ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങാത്ത അവസരവും, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു കേഡർ പാർട്ടിക്ക് ചേർന്ന രീതിയിലല്ല. ഒരുപക്ഷെ ഒരു കേഡർ പാർട്ടിയിൽ നിന്നും മാസ് പാർട്ടിയിലേക്കുള്ള ഈ ബി ജെ പിയുടെ വളർച്ച, അത് ഒരുപക്ഷെ ഒരു കോൺഗ്രസിസം ബി ജെ പിയെയും ബാധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഗ്രൂപ്പ് വഴക്കുകൾ കോൺഗ്രസിലുള്ളതിനേക്കാൾ ഇടതുപക്ഷത്തുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ ബി ജെ പിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഓരോ വ്യക്തിയും ഓരോ 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 ധ്രുവങ്ങളായി ചുറ്റുകയാണ്. അതിൻ്റെ മുമ്പിൽ സാറ്റലൈറ്റുകളായി ചുറ്റുന്ന കുറേ ആളുകൾ. ആ രീതിയിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, സംഘടനാ കെട്ടുറപ്പുണ്ടാക്കാനാവില്ല. അതുകൊണ്ട് മിഷൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി ജെ പിയെ ഒരുക്കുക. അതിന് മുമ്പായിട്ടുള്ള സെമി ഫൈനൽ എന്ന നിലയിൽ കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുക. അങ്ങനെ ബി ജെ പിക്ക് നിലവിലുള്ള 20% വോട്ട് ബാങ്ക് ഒരു ത്രഷ് ഹോൾഡ് ലെവലിലേക്ക് 30-35% ഉയർത്തിക്കൊണ്ടുവന്നാൽ സീറ്റുകളിലേക്ക് ഈ വോട്ട് ഷെയറിനെ സീറ്റാക്കി മാറ്റിയെടുക്കാൻ തക്ക ഒരു ബി ജെ പി ഒരു 60ഓളം മണ്ഡലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ തന്നെ 19 മണ്ഡലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് ബി ജെ പിക്ക് 1ാം സ്ഥാനമോ, അത് 11 മണ്ഡലങ്ങളാണ്, 2ാം സ്ഥാനമോ ലഭിച്ച മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഡബിൾ ഡിജിറ്റിലെത്തിയില്ല എങ്കിലും 5 മുതൽ 10 വരെ സീറ്റുകളിലേക്ക് നിയമസഭയിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞുവെങ്കിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് പറയാൻ സാധിക്കും. ഒരുപക്ഷെ അതാണ് ആഗ്രഹം. പക്ഷേ അതിൽ പുത്തരിയിൽ കല്ലുകടി എന്ന് പറയുമ്പോൾ അത് സാധിക്കാത്ത രീതിയിൽ സങ്കീർണമായി സംഘടനാ പ്രശ്നങ്ങൾ വരുമ്പോൾ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരന് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നു. ഒരു വിഷയമുള്ളത്, ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ഗ്രാസ് റൂട്ട് ലെവലിലെ പല പ്രവർത്തകരെയും അറിയില്ല. നേതാക്കളെ പോലും ഒരുപക്ഷെ പേര് ചൊല്ലി വിളിക്കാൻ തക്ക ഒരു സൗഹൃദമോ അടുപ്പമോ ഉണ്ടാകണമെന്നില്ല. അദ്ദേഹം കേരളത്തിൽ പുതിയതാണ്. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രവർത്തിച്ചു, അങ്ങനെ തന്നോടൊപ്പം പ്രവർത്തിച്ച ആളുകളെ അറിയാമെന്നല്ലാതെ കേരളമാസകലം 24 hours പ്രവർത്തിക്കേണ്ട ഒരു മുഖമാണ് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള പ്രസിഡൻറ്റിൻ്റേത്. അതിനുള്ള വൈഭവം, അതിനുള്ള ട്രാക്ക് റെക്കോർഡ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകില്ല. ഒരു ബിസിനസ് മോഡലിൽ, കോർപ്പറേറ്റ് മോഡലിൽ, ഒരു CEO മോഡലിൽ അദ്ദേഹം തന്നെ ജൂനിയർ ഓഫീസേഴ്സിലൂടെ നടപ്പാക്കാം എന്ന് കരുതിയാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഹി ഹാസ് ടു ഹിറ്റ് ദി ഡെക്ക്. അതിന് ഹൈക്കമാൻഡിൻ്റെ, ബി ജെ പിയുടെ സമുന്നത നേതൃത്വത്തിൻ്റെ, ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിൻ്റെയും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അനുഗ്രഹാശിസുകളോടെ തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങുന്ന, അല്ലെങ്കിൽ കേരളത്തിലേക്ക് പറന്നിറങ്ങി ചുമതല ഏറ്റെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് അതിനുള്ള ലൈസൻസ്, ജെയിംസ് ബോണ്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൈസൻസ് ടു കിൽ, അതാണോ ലഭിക്കുന്നത്? കാത്തിരുന്ന് കാണണം. കാരണം ഈ ഒട്ടും ആശാസ്യകരമായ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യപരമായ കാര്യങ്ങളല്ല ഇന്ന് സംഭവിച്ചത് എന്നുള്ളതാണ്. ശ്രീ നിജേഷ്, ഈ പോസ്റ്റർ യുദ്ധവും ഗ്രൂപ്പ് യുദ്ധവും തമ്മിൽ തല്ലും പരസ്യമായ തർക്കവുമൊന്നും കോൺഗ്രസ്സിന് ഒട്ടും അപരിചിതമായ കാര്യമല്ല. ഒരുപാട് പോസ്റ്റർ യുദ്ധങ്ങൾ നമ്മൾ പലപ്പോഴും ഇവിടെ തിരുവനന്തപുരത്ത് KPCC ഓഫീസിന് മുമ്പിലൊക്കെ പലപ്പോഴും കണ്ടതാണ്. ഇതിപ്പോൾ BJP എന്നത് ഒരു കേഡർ പാർട്ടിയാണ്. പുതിയൊരു അധ്യക്ഷൻ മുന്നോട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് താഴെത്തട്ടിലുള്ള നേതാക്കന്മാരും ഒപ്പം പ്രവർത്തകരുമൊക്കെ പാർട്ടി അധ്യക്ഷന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് താഴെത്തട്ടിൽ. അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, എൻ്റെ നിജസ്ഥിതിയൊക്കെ ആരാണ് ഒട്ടിച്ചതെന്നും അതൊക്കെ വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. കാരണം CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാം. പക്ഷേ അപ്പോഴും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല എന്ന് പറയുമ്പോഴും വലിയ തോതിൽ വലിയ ആവേശം പ്രവർത്തകർക്ക് കൊടുത്ത ഒരു സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനമേറ്റ് 2ാം ദിവസമാണ് ഈ അവസ്ഥ പാർട്ടിക്കുണ്ടായത് എന്നുകൂടി ഓർക്കണം. ഒന്ന്, ദയവ് ചെയ്ത് കോൺഗ്രസിനെതിലേക്ക് വലിച്ചിഴക്കരുത്. അവർ പോസ്റ്റർ ഒട്ടിക്കുകയോ പോസ്റ്റർ കയറുകയോ ഒക്കെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരള BJPയിൽ അപ്പോൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ വന്നതോ വന്നില്ലയോ എന്ന്
അല്ല, ഞാൻ പറഞ്ഞതാണ്, കേരള BJPക്ക് അകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു അടുക്കള രഹസ്യമൊന്നുമല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം പാർട്ടി മെഷീനറിക്ക് അകത്തൊക്കെ 1, 2, 3 ഗ്രൂപ്പായി നിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന്റെ ശരിതെറ്റുകളിലേക്ക് അന്വേഷിക്കേണ്ട, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. രണ്ടാമത്തത് CCTV. ഇതിന് പരാതിക്കാരില്ലല്ലോ. ആരെങ്കിലും പരാതി കൊടുത്ത് കേസാണെങ്കിലല്ലേ CCTVക്ക് വെച്ച് നാളെ ആളെ പിടിക്കേണ്ട പ്രശ്നമൊക്കെ. അപ്പോൾ അതിനും വലിയ പ്രസക്തി ഒന്നുമില്ല. മൂന്നാമത്തെ BJPക്ക് അകത്ത് നമ്മളൊക്കെ കേട്ടതുപോലെ ഒന്നെങ്കിൽ MT രമേശോ ശോഭാ സുരേന്ദ്രൻ വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വന്നത് ഇവരുടെ മെറിറ്റ്സ് അല്ല, ഇവർക്ക് എന്തെല്ലാം പാളിച്ചകളുണ്ടോ അതാണ് പിറ്റേ ദിവസം മുതൽ പുറത്തു വന്നത്. നമ്മളാരുമല്ലല്ലോ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ BJPക്ക് അകത്തുള്ള ഒരു കാര്യമാണ്. അതിനെ പിന്നെ വലിയ പ്രതീക്ഷയോടുകൂടി BJP കടന്നു വന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് രാഷ്ട്രീയമായിട്ട് വിലയിരുത്താം. ഞാൻ വ്യക്തിപരമായിട്ടോ അല്ലെ രാഷ്ട്രീയപരമായിട്ടോ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം BJPക്ക് അകത്ത് ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് വ്യക്തിപരമായിട്ട് തീരെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കേരള രാഷ്ട്രീയത്തിന് ചില പ്രത്യേകതകളുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ നടത്തുന്ന രാഷ്ട്രീയവും മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രാഷ്ട്രീയവും തമ്മിൽ നമ്മൾ ഒരുപാട് നേരത്തെ കണ്ടും കേട്ടും അറിഞ്ഞതാണ്. അതിന്റെ ഡിഫറൻസ് ഉണ്ട്. BJP ഒരുപക്ഷെ BJPക്ക് വന്ന ഒരു സംഘടനാപരമായ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് ചെയ്തതായിരിക്കാം. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് വലിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ഒന്നും കരുതുന്നില്ല. രണ്ടാമത് BJP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുഖം എന്ന് പറഞ്ഞാൽ അതൊരു CPM വിരുദ്ധ രാഷ്ട്രീയത്തിന് ശക്തമായി നേതൃത്വം കൊടുത്തായിരുന്നു. CPM വിരുദ്ധ, കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്. എന്നാൽ ഇപ്പോൾ ആ ഒരു മുഖം കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് ആ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതാ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഒരു ആന്റി CPM പാർട്ടി എന്നതിൽ BJP മാറിക്കഴിഞ്ഞു. BJP CPMവുമായിട്ട് ചേർന്ന് നിൽക്കാനും പലയിടങ്ങളിലും ഒരുമിച്ച് പോകാനും ഒക്കെ കഴിയുന്ന ഒരു തലത്തിലേക്ക് BJP മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് പാർട്ണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആൾ നേരെ കിടക്കുന്നത് CPMലാണ്. LDFന്റെ മുൻ കൺവീനറായ EP ചന്ദ്രശേഖരന്റെ വൈദേകം റിസോർട്ടിലെ 2 പാർട്ട്നേഴ്സാണ് എന്ന് പറയുമ്പോൾ എവിടെ എത്തി കേരളത്തിലെ CPM BJP ബന്ധം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന് കഴിഞ്ഞ പാലക്കാട് ഇലക്ഷൻ വളരെ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നീലപ്പെട്ടിയുമായിട്ട് ഓടി നടന്ന BJPക്കാരെയും CPMക്കാരെയും നമ്മൾ കണ്ടു. അതിനൊക്കെ ശേഷം ഈ അവസാനം വന്നിരിക്കുന്ന കൊടകര കുഴൽപ്പണ കേസ് ഒരു ദിവസം കൊണ്ട് ആവിയായി പോകുന്നു. അതിന്റെ തൊട്ട് മുമ്പിലത്തെ ആഴ്ചയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവർണറും നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നീണ്ടകാല യുദ്ധം പ്രഖ്യാപിച്ച CPM പിന്നീട് ഒരു പക്ക RSSകാരനായ ആർലേക്കർ ഗവർണറായി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊരു ആശങ്കയൊക്കെ കേരളത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ദിവസം കൊണ്ട്, ഒരു മാന്ത്രിക വിദ്യക്കാരന്റെ മാന്ത്രിക ദണ്ട് കൊണ്ട് ശ്രീ പിണറായി വിജയൻ അതൊരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി. കേരള ഹൗസിൽ തങ്ങളെ കാണാൻ വേണ്ടി ഒരു ഇടനിലക്കാരൻ എന്ന പോലെ നിർമ്മലാ സീതാരാമനെ കൂട്ടി ചായ കുടിച്ച് മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞില്ല. അതിന് ഒന്നാമത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അത് ED ആണ്. രണ്ടാമത്തത് ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസിയായ SFIയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരും. അപ്പോൾ ആ ഒരു കണ്ടുമുട്ടൽ ഫലപ്രാപ്തിയിലെത്തി എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. ഇനി അങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ രാഷ്ട്രീയ പോളിസി എന്താവും എന്നറിയാം. പിന്നെ അദ്ദേഹം പ്രസംഗിച്ചു പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് പണ്ട് BJPക്കാർ പറയുമ്പോൾ ചെറിയ വിശ്വാസം BJPക്കാർക്കെങ്കിലും ഉണ്ടായിരുന്നു. കാരണം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിലൊക്കെ ബോർഡ് വെച്ച ഒരുപാട് BJPക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 400-ൽ നിന്ന് 240-ലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. എങ്കിൽ നരേന്ദ്രമോദിയോ അമിത്ഷായും പറയുന്ന കാര്യം പോലും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളങ്ങ് പിടിച്ചെടുക്കും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് കാണാം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ BJPക്ക് സംഘടനാപരമായിട്ടൊരു മാറ്റമോ ഗുണമോ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമല്ല. അതിന്റെ ഒപ്റ്റിമം, അതിന്റെ മാക്സിമം കഴിഞ്ഞു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം. 20% മുകളിൽ വോട്ടുകളാണ് വിജേഷ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ നേടിയത്. അതിനുശേഷം നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിലും നടക്കുന്നുണ്ട്. PC ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ പാർട്ടിയുടെ ഭാഗമാക്കുന്നു. അങ്ങനെ ഈ BJPയുടെ രാഷ്ട്രീയ വളർച്ച സ്വാഭാവികമായും കോൺഗ്രസിന് അത്ര സുഖകരമായ കാര്യമല്ല. വലിയ ഒരു ത്രികോണ പോരാട്ടത്തിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത്. പഴയ BJP അല്ല കളത്തിൽ എന്നതുകൂടി ഓർക്കണം. അതിനുശേഷമാണ് പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നത്. കേരളത്തിലെ തന്നെ BJPയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡായ സംഘടനാ സംവിധാനമുള്ള മുനിസിപ്പാലിറ്റി ആദ്യമായി ഭരിച്ച
ചില ഇടങ്ങളിൽ BJPയുടെ പാർട്ടി ഗ്രാമങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് ഉള്ള പാലക്കാട്ട് ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് BJP എവിടെ എത്തി എന്നുള്ളത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് വോട്ട് നഷ്ടപ്പെട്ട, സംഘടനാ ശക്തി ചോരുന്ന, കൗൺസിലർമാർ കൂട്ടമായി ഒഴിഞ്ഞു പോകും ഭീഷണിയുടെ പേരിൽ മാത്രം അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് അതിമാനുഷികമായ എന്തെങ്കിലുമൊക്കെ കേരള BJPക്ക് സംഭവിച്ചു എന്നൊന്നും പറയുന്നത്. വോട്ട് ഷെയർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ, കൃത്യമായി പരിശോധിച്ചാൽ അറിയാം. കാസർകോട്ടും കണ്ണൂരും കോഴിക്കോട്ടുമൊക്കെ BJPക്ക്, വടകരയിലുമൊക്കെ BJPക്ക് വോട്ട് കൂടിയത്, അല്ലെങ്കിൽ ആറ്റിങ്ങലിലൊക്കെ BJPക്ക് വോട്ട് കൂടിയ ഇടത്ത് BJPയുടെ പ്രവർത്തനം കൊണ്ടല്ല വന്നിരിക്കുന്നത്. ചില ആളുകൾ രാഷ്ട്രീയ പാർട്ടി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങൾക്കകത്തു നിന്നാണ് വോട്ട് BJPയിലേക്ക് മാറ്റപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് BJPയുടെ സംഘടനാ സംവിധാനമാണ് എന്നും ദയവ് ചെയ്ത് പറയരുത്. കഴിഞ്ഞ ഒരു സംഘടനാ സംവിധാനം കാണണമെങ്കിൽ ഒരു പൊതു രാഷ്ട്രീയ വിഷയത്തിനകത്ത് പ്രതികരണം ഉണ്ടാവണം. BJP കഴിഞ്ഞ കുറച്ചു കാലമായി, കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് അനലൈസ് ചെയ്യാം. നേരെ തിരിച്ച് അപ്പുറത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ ഉമ്മൻചാണ്ടി സാറിനെതിരെ പത്രസമ്മേളനം നടത്തിയ അന്നത്തെ ജനറൽ സെക്രട്ടറി KS സുരേന്ദ്രൻ നമ്മൾ കണ്ടിരുന്നു. സമരം ചെയ്ത, അന്നത്തെ സോളാർ സമരത്തിന് നയിച്ച ഒരു BJP നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഏത് വിഷയത്തിലാണ് BJP രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്? സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഒരു സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നേരത്തെ BJPയുടെ ശക്തി, ABVPയുടെ ശക്തി കേന്ദ്രമായ എത്ര ക്യാമ്പസുകൾ ABVP ഇല്ലാതായിപ്പോയി? യുവമോർച്ചയുടെ ഏതെങ്കിലും സമരം നടക്കുന്നുണ്ടോ? അപ്പൊ ആ തരത്തിലൊക്കെ ഞങ്ങളൊക്കെ ഫീൽഡ് ലെവൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു തലത്തിൽ പോലും BJPയെ കാണാറില്ല. BJP ഒരു സമരം, ആശാ വർക്കർമാരുടെ സമരം 45ാമത്തെ ദിവസമായിട്ട് BJP എവിടെയെങ്കിലും ഒരു സമരം ആശാ വർക്കർമാർക്ക് വേണ്ടി ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല. അതുകൊണ്ട് BJP എന്തോ മഹാസംഭവമാണെന്നും അതങ്ങ് ശരിയാക്കി കളയുന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും തൽക്കാലം പേടിക്കാൻ ഇവിടെ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷന് കൊടുക്കാവുന്ന ഒരു വാം വെൽക്കമായി കരുതാൻ സാധിക്കുമോ? കാരണം പാർട്ടിയെ അടിമുടി മാറ്റുമെന്ന് പറഞ്ഞ്, ഗ്രൂപ്പിസം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ്, പഴയ പാർട്ടിയല്ല, താൻ നയിക്കാൻ പോകുന്ന പഴയ പാർട്ടിയല്ല, ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്നാൽ അവർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷ, ഒരു പുതിയ മുഖം, ഒരു പുതിയ രീതി, ഒരു പ്രൊഫഷണൽ സമീപനം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി നയിക്കാൻ ഇറങ്ങിയ ഒരു അധ്യക്ഷനോട് ഇന്ന് നടത്തിയ പോസ്റ്റർ യുദ്ധം, അദ്ദേഹത്തിന് തൊട്ട് മുന്നിൽ പോസ്റ്റർ പതിപ്പിക്കുകയാണ്. അത് ഒരു നല്ല നടപടിയായി ആ പാർട്ടി അധ്യക്ഷന് കൊടുക്കാൻ പറ്റുന്ന നല്ല വെൽക്കമായി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് ആദ്യമേ പറയട്ടെ, അതിനകത്ത് BJPക്കോ BJPയുടെ ഒരു പ്രവർത്തകർക്കും യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക വിരുദ്ധർ പലതരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് BJPയെ കണക്ട് ചെയ്യേണ്ട. കാരണം ഇപ്പോൾ BJPക്ക് കേരള സമൂഹത്തിൽ കിട്ടിയിട്ടൊരു പൊതു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയിൽ സത്യത്തിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും അസ്വസ്ഥരാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. കേരളത്തിലെ എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളാനും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വലിയൊരു വിഷൻ, കേരളത്തിന്റെ ഒരു വലിയ വികസന മോഡലിന്റെ വിഷൻ വെക്കാവുന്ന ഒരാൾ സംസ്ഥാന പ്രസിഡന്റായിട്ട് BJP വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് കേരളത്തെ 10-70 വർഷമായിട്ട് ഭരിച്ചു മുടിപ്പിച്ച 2 മുന്നണിയിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ കേരളത്തിന്റെ ഒരു സ്റ്റൈലിനനുസൃതമായിട്ടുള്ള ഒരു നേതാവ് കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന നേതാവായി വരുമ്പോഴുള്ള അസ്വസ്ഥതകൾ പലതരത്തിലുള്ള പല എതിർകക്ഷികളും പ്രകടിപ്പിക്കാറുണ്ടാവും. ഇപ്പോൾ ആദരണീയനായിട്ടുള്ള BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് നേരെ ഒരു പോസ്റ്റർ യുദ്ധം നടത്തുമ്പോൾ അദ്ദേഹം തന്നെ അതിനെതിരെ കേസിന് പോയിട്ടുണ്ട്. അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയില്ല, സാമൂഹ്യ വിരുദ്ധരാണ് പോസ്റ്റർ പതിച്ചതെന്നുള്ള ആക്ഷേപം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു BJP നേതാവിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നു. വി വി രാജേഷും മറ്റ് BJP നേതാക്കന്മാരും ആരും പറഞ്ഞിട്ടില്ല. അല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു രീതി ഉണ്ടല്ലോ. പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിമർശനാത്മകമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി ബോഡിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നവരാണ് BJPക്കാര്. ഞങ്ങൾ CPM-കാരെ പോലെയോ കോൺഗ്രസ്സുകാരെ പോലെയോ തെരുവ് യുദ്ധം നടത്തുന്ന ഒരു പ്രസ്ഥാനമൊന്നല്ല. ഞങ്ങൾക്ക് ചില അച്ചടക്കങ്ങളുണ്ട്, ചില സംഘടനാ രീതികളുണ്ട്. ഇപ്പൊ നോക്ക്, എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ രീതിക്ക് കിട്ടിയ അംഗീകാരം, ഐക്യത്തിന്റെയും ഒരുമയുടെയുമായ സന്ദേശമാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിലൂടെ പൊതുസമൂഹത്തിന് BJP നേതൃത്വം മനസ്സിലാക്കി കൊടുത്തത്. അപ്പൊ അതിൽ നിന്നുള്ള അമർഷം, അതിൽ നിന്നുള്ള ആളുകൾക്കുള്ള പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന രീതിയിലുള്ള പോസ്റ്ററുകളായിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു നേതാവിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് പറയണേ, പലതരത്തിലുള്ള പോസ്റ്റർ യുദ്ധങ്ങൾ പലപ്പോഴും പല സംഘടനകൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റർ യുദ്ധത്തിന് വേണ്ടി നിഴലിൽ നിൽക്കുന്ന പ്രസ്ഥാനമല്ല BJP.
കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനും അല്ലെങ്കിൽ കെ സുരേന്ദ്രനും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവ്, അത് BJP-യുടെ സംഘടനാപരമായിട്ടുള്ള വികാസങ്ങള് അല്ലെങ്കിൽ വോട്ട് ഷെയറുള്ള വർധനവ്, അതിനുശേഷം കെ സുരേന്ദ്രന് ശേഷം അദ്ദേഹത്തിന്റെ ആ സംഘടനാ ശേഷിയെ നിലനിർത്താൻ പറ്റുന്ന മറ്റൊരു നേതാവ് വരുന്നു. ആർക്കും അസൂയാണ്. ഇപ്പൊ നോക്കുമ്പോ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഇതുവരെ ഇനി ഒരാളുടെ പേര് പറയാൻ ഇപ്പോൾ സാധിക്കുമോ? പറ്റില്ല. അപ്പൊ നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഐക്യകണ്ഠേനായി ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ, സാമൂഹിക വിരുദ്ധർ, ഒളിവിന്റെ മറവിൽ ഇത്തരത്തിൽ BJP-ക്കെതിരെ തെരുവിയുദ്ധം നടത്തുന്ന ആളുകൾ അവരുടെ ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയോ അല്ല നിരാശയോ ഒക്കെയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അതിനൊന്നും ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയേണ്ടത്. അത് ശരിയാണ് നിജോഷ്, വളരെ കൃത്യമാണ്. കാരണം ഈ അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ KPCC അധ്യക്ഷനായി വരുമ്പോൾ, ക്ഷമിക്കണം, BJP അധ്യക്ഷനായി വരുമ്പോൾ അവിടെ ഒരു ഇലയനങ്ങുന്ന ശബ്ദം പോലും എതിരായി കേട്ടില്ല. നേരത്തെ പേര് കേട്ട, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് വരുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് രാജീവ് ചന്ദ്രശേഖറിനെ. ഒരു അഭിപ്രായ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരസ്യമായി കേട്ടില്ല. കോൺഗ്രസിലൊന്നും അത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. അല്ല, അത് മറ്റേയാൾക്ക് സന്തോഷമായത് മറ്റേയാൾ വന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ആ സന്തോഷം മാത്രമാണ് അവർ പ്രകടിപ്പിച്ചത്. അല്ലാതെ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നത് കൊണ്ടല്ല, ഇദ്ദേഹം വന്നില്ലല്ലോ എന്ന സന്തോഷമാണ് രണ്ട് ഗ്രൂപ്പും ഒരുമിച്ച് പ്രകടിപ്പിച്ചത്. അതൊരു പരസ്യമായ കാര്യമാണ്. ആ സന്തോഷം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് എന്തോ മഹാസംഭവം. നിങ്ങൾ അങ്ങനെ ഞങ്ങളെ പാർട്ടി അളക്കല്ലേ? നിങ്ങളുടെ VD സതീശനെയും ഒരുമിച്ച് നിങ്ങളൊന്ന് ഒരുമിച്ചിരുത്ത്, എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. ഐക്യത്തിന്റെ കേരള സമൂഹം കണ്ടതല്ല ഞങ്ങളുടെ ഐക്യം എത്രയാണെന്ന്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുക്കണമെങ്കിൽ കോൺഗ്രസ് ഇനിയും ഒരു നൂറ്റാണ്ട് പറഞ്ഞുകൊണ്ട് വരും. BJP എന്താണ് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ടതില്ല. നിങ്ങൾ കേരളത്തിൽ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് കാണാം. ഇപ്പൊ പോസ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ പ്രിന്റു? പോസ്റ്ററിനകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച VV രാജേഷിനെ പുറത്താക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞത് അത് ഒട്ടിച്ച് നിന്നയാളാണ്. നിങ്ങൾ പിടിച്ചുകൊണ്ടുപോവാ. ഞങ്ങളല്ലല്ലോ സ്വീകരിച്ചത്. ഇംഗ്ലീഷ് എഴുതി വെച്ചു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടത് നിങ്ങളാദ്യം പ്രിന്റു, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുക. VD സതീശനെയൊക്കെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് സമയം തരാം. നിങ്ങൾ ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ മനസ്സിലാക്കി ഇതാണ് പോസ്റ്റർ, തോൽപ്പിച്ചത് എന്ന് പറയുന്നു. ഞാനല്ല പറഞ്ഞത്, ഞങ്ങളല്ല. കോൺഗ്രസ് ആണോ? കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മിണ്ടിയിട്ട് എത്ര കാലമായി? പ്രിന്റു, കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പരസ്പരം മിണ്ടിയിട്ട് എത്ര കാലമായി? അല്ല, നിങ്ങൾ ഒരുപാട് പറയല്ലേ. ഈ പോസ്റ്റ് ഒട്ടിച്ചത് ഞങ്ങളാണോ പ്രിന്റു? കോൺഗ്രസ് ആണോ ഒട്ടിച്ചത്? VV രാജേഷിനെ പറ്റിയുള്ള അടുക്കള രഹസ്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞത് ഞങ്ങളാണോ? അടുക്കള രഹസ്യം അല്ല ഞങ്ങളാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ തരത്തിൽ ഏതെങ്കിലും വിമർശനം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതാരാണ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ അത് പറഞ്ഞു, അത് സാമൂഹ്യ വിരുദ്ധരാണെന്ന് പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരാണെന്ന് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളെന്ന് പേര് പറഞ്ഞോ? BJP-യുടെ ഒരു നേതാവിനെതിരെ പരസ്യമായി കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, പ്രിന്റു നിങ്ങളുടെ അടുത്ത് എല്ലാ ഭരണ സംവിധാനവും നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. ദയവ് ചെയ്ത് കേസ് കൊടുത്തിട്ട് വേണ്ട CCTV എടുത്ത് നിങ്ങൾ പുറത്തുവിടുന്നേ. CCTV പുറത്തുവിട്. കോൺഗ്രസ്സുകാരനാണ് വന്ന് പിടിച്ചത് എന്നോ ഒട്ടിച്ചത് എന്നൊക്കെ പറ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജില്ലാ പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനെ തോൽപ്പിച്ച ആൾ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പോസ്റ്റ് എഴുതി ഒട്ടിച്ചതിന് ഞങ്ങളുടെ മേലേക്ക് ചാടിക്കയറുന്നത് എന്തിനാ? നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നേ. നിങ്ങൾ അവിടെ സാമൂഹ്യ വിരുദ്ധരാണെന്ന് പറയുന്ന സമയത്ത് അത് ഞങ്ങളാണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ നിങ്ങളെ അർത്ഥമാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞത് സാമൂഹിക വിരുദ്ധർ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഉള്ള ആളുകളാണ് എന്നാണ് പൊതുജനം മനസ്സിലാക്കുക. കാരണം ഞങ്ങളൊന്നും അറിയാത്ത രഹസ്യമാണല്ലോ. VV രാജേഷ് ആരോ പൈസ കൊടുത്തു എന്നോ അതിന് ഷെയർ കിട്ടാത്ത ആളുകളായിരിക്കാം. അത് നിങ്ങൾ പുറത്തേക്ക് പറ. എന്തായാലും കേരളത്തിലെ BJP-യിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു പ്രവണതയാണ് ഈ കണ്ടിരിക്കുന്നത്. ശരി. ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് നമുക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനം എന്നുള്ളത്.
വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നതിൽ കുറഞ്ഞ് യാതൊരു ലക്ഷ്യമില്ലാത്തൊരു ജില്ലയാണ്. സ്വാഭാവികമായും വി രാജേഷാണ് നേതൃസ്ഥാനത്ത്. അവിടെ ഭരണം കിട്ടിയാൽ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ്. നേരത്തെ BJPക്കുള്ളിൽ അടക്കം പറഞ്ഞിരുന്ന പല രഹസ്യങ്ങളും ഇങ്ങനെ പോസ്റ്റർ രൂപത്തിൽ പതിപ്പിക്കുക, അതുപോലെ പുതിയ അധ്യക്ഷൻ വന്നതിന് തൊട്ടു പിന്നാലെ എന്ന് പറയുന്നത് BJPയുടെ എന്ത് രാഷ്ട്രീയമാണ്? ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിച്ചതുപോലെ ഗ്രൂപ്പില്ലാത്ത തൻ്റെ വരുതിക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷ ആസ്ഥാനത്താകുമോ? നമുക്ക് അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം, സാവകാശമൊക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് 6 months അല്ലെങ്കിൽ 1 year അദ്ദേഹം എന്ത് തരത്തിലുള്ള ഗ്രിപ്പാണ് ഈ പാർട്ടി സംവിധാനത്തിന് മുകളിൽ അദ്ദേഹത്തിന് ഉണ്ടാവുക, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പ്ലാനൊക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു പക്ഷേ കാത്തിരുന്ന് കാണേണ്ടതാണ്. ആദ്യ ദിവസം തന്നെ അദ്ദേഹം എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് പറയുമ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിക്ക് ഒരുപക്ഷെ അതിനെ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള വിഭാഗീയത ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയായിട്ടുള്ള ശ്രീ പ്രിന്റുവിന് അത് സമ്മതിച്ചു തരാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം അദ്ദേഹം BJPയുടെ ഔദ്യോഗിക വക്താവാണ്. പക്ഷെ കേരള രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഡിഫറൻറ്റ് ഫാക്ഷൻസ് ഈ പാർട്ടിയിൽ ഉള്ളത് എന്നും ഓരോരുത്തരും എന്ത് താല്പര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് ക്യാമ്പിലാണ്, ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ഈ പോസ്റ്റർ വിവാദമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്ന തീരുമാനം ഈ കഴിഞ്ഞ ഞായറാഴ്ച, ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ചയൊക്കെ തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ തന്നെ എഴുതി ഡെക്കാൻ ഹെറാൾഡിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ തന്നെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, രാജീവ് ചന്ദ്രശേഖറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് അത് പാർട്ടിയുടെ ചാലഞ്ച് അല്ല, മറിച്ച് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ചലഞ്ചാണ്. അത് ഇവിടെയുള്ള ഈ വിവിധ ഫാക്ഷനുകളെ എല്ലാം തന്നെ അദ്ദേഹം എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ ക്യാമ്പുകളിലാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിനു മുൻപ് തന്നെ ജില്ലാ തലങ്ങൾ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രവർത്തന പരിചയമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. മറ്റുള്ള പല ആൾക്കാരും ആ സ്ഥാനങ്ങളിലേക്ക് എത്തും എന്ന് കൽപ്പിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ലോയലായിട്ടുള്ള പല ആൾക്കാരുമാണ് ഈ ജില്ലാ നേതൃത്വത്തിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. 14 ജില്ലകളെ 30 പ്രവർത്തന ജില്ലകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ലോയൽറ്റി ഏത് ക്യാമ്പിലാണ് എന്നത് സാമാന്യം നമുക്ക് അത്യാവശ്യം കേരള രാഷ്ട്രീയമോ BJP രാഷ്ട്രീയമോ അറിയാവുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ഇവരെ എല്ലാവരെയും തന്നെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും? ഇപ്പം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ പക്ഷത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സീറ്റ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ജയസാധ്യതയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ രീതിയിലേക്കുണ്ടാകുന്ന ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇതിനെയൊക്കെ തന്നെ ഇല്ലാതെയാക്കാനായിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കിട്ടും തുടങ്ങിയ കാര്യങ്ങളാണ് കാണേണ്ടത്. അതായത് എത്രത്തോളം റിക്വസ്റ്റുകൾ അക്കോമഡേറ്റ് ചെയ്യാം, എവിടെ അദ്ദേഹം നോ പറഞ്ഞ് ചവിട്ടിപ്പിടിക്കും, ഇതാണ് കാണേണ്ടത്. ഒരുപക്ഷെ അത് കാണാനായിട്ട് കുറച്ചുകൂടി സമയമുണ്ട്. ഈ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ ഈ പോസ്റ്റർ വിവാദത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞതുപോലെ ചുമതലയേറ്റ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് അവരുടെ ഓഫീസിൽ എത്തുന്നതിൻ്റെ ആ സമയത്ത് തന്നെയാണ് ഈ പോസ്റ്ററുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അത് പാർട്ടി ഓഫീസിൻ്റെ അടുത്തും ശ്രീ രാജേഷിൻ്റെ വീടിൻ്റെ അടുത്തും ഒക്കെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നടപടി എന്താണ്? എന്തിനും ഏതിനും പെട്ടെന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ശ്രീ വി രാജേഷിൻ്റെ ഫേസ്ബുക്ക് ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും തന്നെ കാണുന്നില്ല. മറിച്ച് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ എന്തോ ഒരു പരിപാടിയുടെ ലൈവ് ഇടുകയോ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയായിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ശ്രീ പ്രിന്റു പറഞ്ഞതും ആ രീതിയിലാണ്, പോലീസ് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനായിട്ട് വി രാജേഷ് ശ്രമിച്ചു എന്ന കാര്യത്തിൽ പോലീസിന് എന്താണ് അന്വേഷിക്കേണ്ട കാര്യം? അത് പോലീസ് അന്വേഷിക്കേണ്ടതിൻ്റെ എന്ത് റെലവൻസ് ആണ് അവിടെ വരിക? ഇപ്പോൾ ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങി അദ്ദേഹം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി, ഇത് ഇവിടെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? ED കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കണം. അനധികൃതമായി കിട്ടിയ സ്വത്ത് സമ്പാദനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ പോലീസിന് എന്താണ് കാര്യം? അതൊരു ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ പേരിൽ പോലീസ് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും തന്നെ നടപടിയുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനായിട്ട് വി രാജേഷ് ശ്രമിച്ചോ
എന്നതൊന്നും അന്വേഷിക്കുന്നതല്ല കേരള പോലീസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതൊക്കെ വെറുതെ ഞാൻ അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരാണ് ഒട്ടിച്ചത് എന്ന് ശ്രീ പ്രിന്റു പറയുന്നുണ്ട്. ഒരുപക്ഷെ BJP-യുടെ വാദം അതായിരിക്കാം. അതല്ലെങ്കിൽ BJP-യെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും അത് ചെയ്തു എന്ന രീതിയിലേക്ക് പറയാം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊന്നും അല്ലാതെ ഈ സംവിധാനത്തിനോട് താല്പര്യമില്ലാത്ത മറ്റുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്തു എന്ന് പറയാം. പക്ഷേ എങ്കിൽ അതാരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ എന്താണ് ആരാണ് അത് ആ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്? ഇത് BJP ആണോ ഏറ്റെടുക്കാൻ പോകുന്നത്? BJP അതിനു വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ ഉണ്ടാക്കുന്നുണ്ടോ? അവരാണോ ഇത് അന്വേഷിക്കാൻ പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരുപക്ഷെ മറ്റ് ഇൻഡിപെൻഡന്റ് ഏജൻസികളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കോഴ വിവാദം ഒരു സമയത്ത് സംസ്ഥാന BJP പിടിച്ചുലച്ച ഒരു വിവാദമായിരുന്നു. അപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ലീക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ രാജേഷിനെതിരെ തന്നെ നടപടി ഉണ്ടായതാണെന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ രഞ്ജിത്ത് ആ സമയത്തും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നുകൊണ്ട് താങ്കൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പോൾ പിന്നീട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ തിരികെ പാർട്ടിയിലേക്ക്, സംസ്ഥാന സമിതിയിലേക്ക് ഒക്കെ എടുത്തു എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിവാദം അന്നുണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? BJP-യോട് വിരോധമുള്ള ആൾക്കാരെങ്കിലും ആണോ? അതോ BJP-യുടെ ഉള്ളിൽ നിന്ന് തന്നെയാണോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് പാളയത്തിൽ പട നയിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തണം. അപ്പോൾ ഞാൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനായിട്ട് BJP-യുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായി എന്നാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ VV രാജേഷിനാണ് എന്നാണ് ആരോപണമെങ്കിൽ ആ സമയത്ത് രാജേഷ് അതിന് പറ്റുന്ന ഒരു പൊസിഷനിലായിരുന്നോ എന്നതാണ് ആദ്യമായിട്ട് ആലോചിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതലയാണ് രാജീവ് ചന്ദ്രശേഖരന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഇനി ആ ഇലക്ഷനിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ അർബൻ, സെമി അർബൻ ഒരു ഭാഗവും കോസ്റ്റൽ ഏരിയ മറ്റൊരു ഭാഗവുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നയിച്ചത് മുഴുവനും കോസ്റ്റൽ ഏരിയയിലാണ്. അതിൻ്റെ ഗുണവും അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടി. ഉദാഹരണത്തിന് വിഴിഞ്ഞം പോലെയുള്ള, നെയ്യാറ്റിൻകര പോലെയുള്ള ഭാഗങ്ങളിലെല്ലാം അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് വന്നു. 3ാമത് വളരെ പിന്നിലായി പോയ പാർട്ടിയാണ് CPI. പിന്നെയുള്ളത് പാറശാലയാണ്. പാറശാലയിൽ വളരെ കാര്യമായിട്ടുള്ള ഭൂരിപക്ഷമോടെ ശശി തരൂരിന് കിട്ടി. പക്ഷേ നഗര കേന്ദ്രീകൃതമായിട്ട് നോക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. കഴക്കൂട്ടത്ത് ഏതാണ്ട് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു, കഴക്കൂട്ടം അസംബ്ലി സെഗ്മെന്റിൽ. വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 8,000, 9,000-ത്തിനടുത്തുണ്ടായിരുന്നു. നേമത്ത് വളരെ കൂടുതലാണ്, ഏതാണ്ട് 22,000 വോട്ടിന്റെ. പാറശാലയിൽ എങ്ങനെയാണോ തരൂരിന്റെ മേൽക്കൈ ഉണ്ടായിരുന്നത്, സമാനമായിട്ടുള്ള മേൽക്കൈ നേമത്തുണ്ടായി. ഈ സ്ഥലങ്ങളെല്ലാം കൺവേർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തിരുവനന്തപുരം സെൻട്രലിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. തിരുവനന്തപുരം സെൻട്രലിൽ BJP പിന്നിലേക്ക് പോയി. BJPക്ക് പിന്നിലേക്ക് പോകേണ്ടതായിരുന്നോ? യാതൊരു വിധത്തിലുള്ള പ്രവർത്തന പാരമ്പര്യവുമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത ശ്രീശാന്തിനെ പോലെ ഒരു ക്രിക്കറ്റർ ഇവിടെ വന്ന് BJP സ്ഥാനാർത്ഥി ആയിരുന്നപ്പോൾ പോലും വളരെ നല്ല രീതിയിലത്തേക്ക് വോട്ട് പിടിച്ചിരുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ജയപ്രതീക്ഷയുള്ള ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ചുരുങ്ങിപ്പോയത് എന്നത് അന്വേഷിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. അത് VV രാജേഷ് അട്ടിമറിച്ചോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് പകരം രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം സെൻട്രലിൽ എന്ത് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് BJP അല്ലെങ്കിൽ തന്നെ അന്വേഷിക്കേണ്ടതല്ലേ? ഇപ്പൊ ഞാൻ അന്വേഷണം ഇതിനുശേഷം പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് ഇത്തരത്തിലുള്ള പോസ്റ്റർ വിവാദമൊക്കെ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ തമാശയും കൂടെ പറയും. അതായത് ഇവര് കുറെ ആൾക്കാർ, ശ്രീ K. സുരേന്ദ്രൻ അടക്കം, ശ്രീ VV രാജേഷ് അടക്കം പല ആൾക്കാരും കുറച്ചു കാലം മുമ്പ് ഇവരെ വിമർശിച്ചതിൻ്റെ പേരിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ശ്രീ രാജേഷ് അടക്കം ചില പോസ്റ്റുകളൊക്കെ തന്നെ ഇവിടെയുള്ള നിരീക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി പണം വാങ്ങിയതിന് ശേഷം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നതിൽ ഉള്ള ഖേദം ഇപ്പോൾ പ്രകടിപ്പിക്കാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ മോഹൻ വർഗീസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ എന്താണ് വിവാദം, അതായത് പോസ്റ്റർ പതിച്ചത് സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് BJP-യുടെ പ്രതിനിധി ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ BJP-യിൽ അടക്കം പറഞ്ഞിരുന്ന പല കാര്യങ്ങളുമാണ് ആ പോസ്റ്ററിൽ ഉള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 15,000 വോട്ടിന് മാത്രം, 16,000-ൽ പരം വോട്ടിന് മാത്രം തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്
തിരുവനന്തപുരം സെൻട്രലിൽ വോട്ട് വല്ലാതെ കുറയുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. മറ്റ് നഗരകേന്ദ്രീകൃത മേഖലകളിലൊക്കെ വോട്ടെണ്ണം കൂടുന്നു, ഭൂരിപക്ഷം ഉണ്ടാകുന്നു. പക്ഷേ ഇതെന്ത് സംഭവിച്ചു ഇവിടെ എന്നുള്ളത് അന്വേഷിക്കാൻ പാർട്ടി സംവിധാനം തയ്യാറായിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അസംതൃപ്തി ഉണ്ടായിരുന്നു. ആ അസംതൃപ്തി അദ്ദേഹം മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയം വിടുന്നു എന്നൊക്കെ പറഞ്ഞാണ് തിരുവനന്തപുരം വിടുന്നത്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഗൗരവതരമായ അന്വേഷണമോ ഒരു ചിന്തയോ ആ പാർട്ടിക്ക് ഉണ്ടായില്ല എന്നൊരു വസ്തുത കൂടി ഉണ്ടല്ലോ. ഇവിടെ ശ്രീ രഞ്ജിത്ത്, ഈ പുഷിങ് തിങ്സ് അണ്ടർ ദ കാർപ്പറ്റ് അല്ലെ ബ്രഷിങ് തിങ്സ് അണ്ടർ ദ കാർപ്പറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഭദ്രം എന്ന് BJPക്ക് പുറത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഭദ്രമെന്ന് പറഞ്ഞിരുന്നാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട BJPക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ജൈവികമായൊരു വളർച്ച തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ടായി, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ടായി. അതിൻ്റെ സെഗ്മെൻറ്റായിട്ട് വരുന്ന 4 നിയമസഭാ സെഗ്മെൻറ്റിലെങ്കിലും നേമം, അതുപോലെ പിന്നെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, ഈ 4 നിയമസഭാ സെഗ്മെൻറ്റിലും ഒരുപക്ഷെ ഒരു വിന്നബിൾ പൊസിഷനിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ അറ്റ്ലീസ്റ്റ് 4 അല്ലെങ്കിൽ 3 മണ്ഡലങ്ങളിലെങ്കിലും വിജയ സാധ്യത BJP കാണുന്നു. അതുമാത്രമല്ല, അതിനു മുമ്പ് നടക്കാനിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കണം എന്ന ഒരു ഉദ്ദേശം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിനെങ്കിലും ഒരു അപരിചിതനല്ല. അപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ഗ്രൗണ്ട് റിയാലിറ്റി, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രം കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ട് ആദ്യ പടി എന്ന് പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിക്കുക എന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം പിടിക്കുക. പാലക്കാട് സ്വല്പം ബലഹീനത ഉണ്ടായിട്ടുണ്ട്. അപ്പം BJPക്ക് ആദ്യം മുതൽ തന്നെ 1980 രൂപീകരിച്ച് 82 നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കാലം മുതൽ 5% ശരാശരി വോട്ട് കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. ഏതവസരത്തിലും അത് കോർ വോട്ടാണ്. അതിനുശേഷം ഘട്ടം ഘട്ടമായി വർദ്ധിച്ചു വരുന്നു. തിരുവനന്തപുരം, പാലക്കാട് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗം, മഞ്ചേശ്വരം, ഇവിടെയൊക്കെയാണ് വലിയ തോതിലുള്ള വളർച്ച ഉണ്ടായത്. പക്ഷേ അതൊരു വിജയത്തിലെത്തി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം മിഷൻ 2026 എന്ന വ്യക്തമായ ഫോർമുലയുമായി രാജീവ് ചന്ദ്രശേഖരനെ അയച്ചത് എന്നാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്താണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വ്യക്തമായ ഒരു ചിന്ത ഇതിന് പിന്നിലുണ്ട്. വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പുകളെ ഒരുമിപ്പിക്കുക, അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന കേന്ദ്ര നേതൃത്വത്തോട് മാത്രം ലോയൽറ്റിയുള്ള, സംസ്ഥാനത്ത് ആരെയും പ്രത്യേകമായി കൂസേണ്ടതില്ലാത്ത ഒരാൾ, കോർപ്പറേറ്റ് ശൈലിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾ, അത്യാവശ്യം വെട്ടിനിരത്തലുകൾ വേണ്ടി വന്നാൽ മുൻപിൻ നോക്കാതെ അത് ചെയ്യാൻ കഴിയുന്നയാൾ, അത് ചെയ്തു തുടങ്ങുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്നാണ് എങ്കിൽ ഞാൻ അത്ഭുതപ്പെടില്ല. കാരണം അവിടെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം സാധ്യതയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ ശ്രീ VV രാജേഷ് ഉൾപ്പെടെ വലിയ സ്ഥാനങ്ങളിലേക്ക് പാർട്ടിക്ക് ഒരുപക്ഷെ കണ്ടുവച്ചിരിക്കുന്ന ആളുകളാണ്. അതുമാത്രമല്ല, ഒരുപക്ഷെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാവുന്ന ഒരു വലിപ്പം VV രാജേഷ് എന്ന മുൻ ജില്ലാ പ്രസിഡന്റിനുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞു പിടിച്ച VV രാജേഷിനെ BJPക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ആക്രമിക്കുന്നു എങ്കിൽ, നമുക്കറിയില്ല സാമൂഹ്യ വിരുദ്ധരെന്നാണ് പ്രിൻറ്റു പറഞ്ഞത്, അത് ആ രീതിയിലായിക്കോട്ടെ. BJPക്കുള്ളിലുള്ള സാമൂഹ്യ വിരുദ്ധരാണോ, അതിന് പുറത്തുള്ള സാമൂഹ്യ വിരുദ്ധരാണോ, ആരെക്കൊണ്ടും പഴി പറയിപ്പിക്കാതിരിക്കാനായി കോൺഗ്രസിൻ്റെ പേര് കൂടെ അതിനകത്ത് വലിച്ചെടുക്കുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസ് പാർട്ടി പണം കൊടുത്തുകൊണ്ട് VV രാജേഷിന് പണം നൽകിക്കൊണ്ട് VV രാജേഷ് സ്വന്തം നേതാവിനെ അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായി ശ്രമിച്ചു. 16,077 വോട്ടിനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ ശശി തരൂരിനോട് പരാജയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ബൂത്തിൽ 2-3 ഫാമിലി തിരിച്ച് വോട്ട് ചെയ്താൽ മാറാവുന്ന നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ അത്രയൊക്കെ വോട്ടുകൾ മാറാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആ ആൾ ചില്ലറക്കാരനല്ല, അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റാണ്. അന്ന് ഇൻകംബൻറ്റ് ജില്ലാ പ്രസിഡൻ്റാണ് എന്നോർക്കണം. അപ്പോൾ അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇതാരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇത് ലക്ഷ്യം വെക്കുന്നത് സംഘടനാ നേതൃത്വത്തെ തന്നെയാണ്. സംഘടനയുടെ നേതൃത്വത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നേരിട്ട് പറയാൻ ഒക്കില്ല എന്നതുകൊണ്ട് പൊതുസാമാന്യം മാധ്യമങ്ങൾ മുഖേന ഇപ്പോൾ എല്ലാ ചർച്ചകളും ഇന്നത്തെ ദിവസത്തെ മനസ്സിലാക്കുന്നത് രാവിലെ 6 മണി മുതൽ ഈ സാധാരണ ഈ പോസ്റ്ററൊക്കെ പതിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കീറിക്കളയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ 9-10 മണി വരെ ഈ പോസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്കൊക്കെ യഥേഷ്ടം ഷൂട്ട് ചെയ്യാവുന്ന വിധത്തിൽ. ഇന്നത്തെ ക്യാമറ കണ്ണുകൾ മുഴുവൻ ഒപ്പിയെടുത്തത് ആ ചിത്രമാണ്. അപ്പോൾ അവിടെ എന്താണോ പോസ്റ്റർ പതിച്ച ആളുകൾ പൊതുസാമാന്യത്തോടും പാർട്ടി നേതൃത്വത്തോടും പാർട്ടിക്കുള്ളിലെ സംവിധാനത്തോടും പറയാൻ ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുന്നു. പക്ഷേ അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് സംഘടന അച്ചടക്കം. ഇതൊരു അച്ചടക്കരാഹിത്യമാണ്. BJP പ്രവർത്തകരാണ് ചെയ്തതെങ്കിൽ കടുത്ത അച്ചടക്കരാഹിത്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ പറയുക എന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ തെരഞ്ഞു പിടിച്ച നേതാക്കൾക്കെതിരെ ഇങ്ങനെയുള്ള ആഭ്യന്തരമായി
ശത്രുക്കളുണ്ട് എങ്കിൽ ആദ്യം BJP നേരിടേണ്ടത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ആഭ്യന്തര ശത്രുക്കളെ തന്നെയാണ് ആദ്യം നേരിടേണ്ടത്. ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് തന്നെയാണ്. ഒരുപക്ഷെ വിഷൻ 2026 കുറേ സീറ്റുകൾ നേടുക എന്നതല്ല, പാർട്ടിയെ, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന ചരിത്രപരമായ ഒരു ദൗത്യം 80 മുതൽ ഇതുവരെ സാധിക്കാഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ സാധിക്കുന്നുവെങ്കിൽ ഇതൊരു തുടക്കമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൊടകര കേസിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല, കാരണം അത് ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തിന് പുറത്താണ്. പക്ഷേ ഇതങ്ങനല്ല, പാർട്ടിക്കുള്ളിലെ ഒരു പുഴുക്കുത്താണ്. അത് സംഘടന ഛന്നം ഭിന്നം ചിതറുന്നതിന് ഒഴിവാക്കാൻ കർശനമായി നടപടി എടുക്കുന്നു എന്ന് വന്നാൽ നേതൃത്വം പലരും ഈ പോരടിച്ച് നിൽക്കുന്ന പല ഗ്രൂപ്പ് നേതാക്കന്മാരും അവരുടെ അണികളും എല്ലാം തന്നെ സ്വല്പം ഒന്നടങ്ങാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു സ്മെല്ലിംഗ് വിക്ടറി എന്നത് വളരെ പ്രധാനമാണ്. ദർ ഇസ് നത്തിങ് സ്വീറ്റർ ദാൻ വിക്ടറി. അതുകൊണ്ട് ആ ഒരു സക്സസ് ടേസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. നിങ്ങൾ പ്രധാനമായും പുതിയ അധ്യക്ഷനെതിരെ, BJP അധ്യക്ഷനെതിരെ ഉയർത്തുന്ന ആരോപണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, പക്ക രാഷ്ട്രീയക്കാരനല്ല, ഒരു പ്രൊഫഷണൽ സമീപനമുള്ള ആളാണ്. നമുക്കറിയാം ശശി തരൂരിനെ സ്വീകരിച്ച ഒരു നാടാണ് കേരളം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരനായിരുന്നില്ല, തിരുവനന്തപുരത്ത് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരൻ കൂടിയാണ്, അത് മനസ്സിലാക്കണം. മറ്റൊന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ അമ്പരപ്പിക്കുന്ന മുന്നേറ്റം കണ്ടതാണ്. 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാം സ്ഥാനത്ത് വന്നത്. 19 മൊത്തം 1 സ്ഥാനത്ത് വന്ന 19 മണ്ഡലങ്ങൾ. ഇപ്പോൾ 60 നിയമസഭാ മണ്ഡലങ്ങൾ, 30,000 വോട്ടിന് മുകളിൽ BJPക്ക് കിട്ടിയ 60 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ്, അത് ആസൂത്രണം ചെയ്യുകയാണ് പുതിയ അധ്യക്ഷൻ. ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരനോട് പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന് ആപ്റ്റാണോ അല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. അതാണ് ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്കൊരു മുൻവിധിയുമില്ല, മുൻധാരണയുമില്ല. കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം യോജിച്ചു പോകുന്ന രാഷ്ട്രീയക്കാരനാണോ എന്നുള്ളത് നമുക്ക് കാണാം. രണ്ടാമത് 60 സീറ്റോ 100 സീറ്റോ 140 സീറ്റോ ലക്ഷ്യം വെക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJPയുടെ അധ്യക്ഷൻ പറഞ്ഞതാണ്, ഞങ്ങൾ തീരുമാനിക്കും, കേരളം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, 40 സീറ്റ് ഞങ്ങൾക്കാണ്. അതായിരുന്നല്ലോ അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. ഉണ്ടായിരുന്ന നിയമവും വിട്ടുപോയതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് BJP മുന്നോട്ട് വെച്ച മിഷനും വിഷനും ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അതിനിടയിൽ ഉണ്ടായ BJPക്ക് അകത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ച. വളരെ വ്യക്തമായിക്കൊണ്ട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, കേരളത്തിലുടനീളം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വേറെ ഒന്നും വെച്ച്, മൈക്രോസ്കോപ്പ് ഒന്നും വെച്ച് നോക്കേണ്ടതില്ല. അത് വളരെ വ്യക്തമായി കൃത്യമായിട്ട് കാണുന്ന കാര്യമാണ്. അതിനിടയിലേക്ക് BJPയുടെ രാജീവ് ചന്ദ്രശേഖരന് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. നോക്കുമ്പോൾ അവിടെയാണ് രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച 80 മുതൽ BJP ഉണ്ടായി, അല്ല അതിനു മുമ്പ് ജനസംഘമുണ്ട്, അതിനു മുമ്പ് ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ RSS ബാക്ക്ഗ്രൗണ്ടിലോ വന്ന് പ്രവർത്തിച്ച ആളുകളാണ് KG മാരാർ മുതൽ ഇങ്ങോട്ട്, രാമൻപിള്ള മുതൽ ഇങ്ങോട്ട് BJPയുടെ അധ്യക്ഷന്മാരായി വന്നത്. അവരാണ് BJPയുടെ അടിത്തറ ശക്തിപ്പെടുത്തിയത്. അതിന് ചേർന്ന തരത്തിലേക്ക് BJPയുടെ ഇന്നത്തെ പ്രസിഡന്റ് സാധിക്കുമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ. അത് തെളിയിക്കട്ടെ, കാലം തെളിയിക്കട്ടെ. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം അപരിചിതനാണ് എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാവാനാണ് സാധ്യത. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ, നമ്മളിപ്പോൾ BJPയുടെ നേതൃത്വത്തെ പറ്റി പറയുമ്പോൾ നേരത്തെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ആളുകളാണ് അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലൊക്കെ ഉള്ളത്. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് നേരത്തെ കോൺഗ്രസിലും CPM-ലൊക്കെ ഉണ്ടായിരുന്ന അബ്ദുള്ളക്കുട്ടി MP. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇമ്പാക്ട് BJPക്കകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല. അനിൽ ആന്റണി, അല്ലെങ്കിൽ അതുപോലെ കടന്നു വന്ന ഒരു ടോം വടക്കൻ, നമ്മളിപ്പോൾ കാണാറ് പോലുമില്ല, ടോം വടക്കൻ, അങ്ങനെ ഒരുപാട് ആളുകൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിക്കൂട്ടത്തിൽ ഒരാൾ മാത്രമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം ബിസിനസ്സുകാരനാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, പ്രചരണം, അത് പ്രത്യേകിച്ചും പണമൊഴുക്കിയുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പ്രചരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒരു ബിസിനസ് മതിയാവുമോ രാഷ്ട്രീയത്തിന് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന്റെ ഉത്തരം പറയേണ്ടത് നാളത്തെ കേരളമാണ്. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട്, നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ CEO ആയിട്ടോ അല്ലെങ്കിൽ ഒരു MD ആയിട്ടോ ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്നല്ല കേരള രാഷ്ട്രീയം എന്നുള്ളത് തന്നെയാണ് ഇന്നലകളിലെ നമ്മുടെ അനുഭവം. നാളെ അത് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഏതായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി രാജീവ് ചന്ദ്രശേഖരനോട് ഒരു വിമർശനവും ഞങ്ങൾക്കില്ല. ആ വിമർശനത്തിന് മറുപടി വേണം. നേരത്തെ ശ്രീ നിജേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, CPM-നെതിരെ ഇപ്പോൾ കൊടകര കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നിജേഷ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഒപ്പം CPM-നെതിരെ എത്ര സമരം നടത്തിയിട്ടുണ്ട് അടുത്ത കാലത്തായി കോൺഗ്രസ് എന്ന ചോദ്യം ചോദിക്കുകയായിരുന്നു.
സ്ഥാനമൊഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷനും അടുത്ത കാലത്തായി CPM-നെതിരെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്നത് അല്പം ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾക്ക് ഭയം, അല്ലാതെ BJP-യെ ഭയമില്ല എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് ഈ അനിയൻ ബാവ ചേട്ടൻ ബാവയെ കളിക്കുന്നത് പിണറായി വിജയനും VD സതീശനുമാണ്. കേരളത്തിന്റെ നിയമസഭയിൽ അറിയാമല്ലോ ഇവരുടെ ഒത്തൊരുമയും കൂട്ടായ്മയും ഒക്കെ. ഇപ്പൊ നിജേഷ് ആശാ വർക്കർമാരുടെ സമരത്തെ കുറിച്ച് പറയുന്നു. ആശാ വർക്കർമാരുടെ സമരത്തെ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആശാ വർക്കർമാർ സഹായകരമായി മാറുന്ന രീതിയിലെ സമരത്തെ മാറ്റിയത് BJP-യാണ്. BJP-യുടെ MP ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടലാണ്, മുരളീധരന്റെ ഇടപെടലാണ്, ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലാണ്. ഈ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ കളക്ടറേറ്റിലേക്കും താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക് BJP മാർച്ച് നടത്തിയൊന്നും നിജേഷിനെ പോലെയുള്ള ആളുകൾ കാണില്ല. അപ്പൊ അതുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുത്തതും അതിനെ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയ പ്രസ്ഥാനം BJP-യാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. രണ്ട്, കൊടകര കേസുമായി ബന്ധപ്പെട്ട് ആദരണീയനായിട്ടുള്ള മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ ഏതൊക്കെ തരത്തിൽ കൊടുക്കാൻ വേണ്ടി പിണറായി വിജയന്റെ പോലീസ് പ്രവർത്തിച്ചു? ഏതൊക്കെ തരത്തിൽ AKG സെന്ററിൽ നിന്ന് എഴുതി കൊടുത്ത തിരക്കഥയ്ക്കനുസരിച്ചിട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു അന്വേഷണം നടത്തിയത്? K. സുരേന്ദ്രനെ പല സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്തു. ആരൊക്കെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത്? BJP-യുടെ 10-16 നേതാക്കന്മാരെ ചോദ്യം ചെയ്തു. ആരോപണങ്ങളായിരുന്നു. ഏതോ ഒരു പറയുന്ന രീതിയിൽ ഏതോ ഒരു ഹവാലക്കാരൻ നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് BJP-യുടെ പ്രസിഡന്റിനെ കടക്കിയ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയിൽ ഒരു കഴമ്പുമില്ല എന്ന് ED-ക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് കേസ് ചവറ്റുകുട്ടയിലേക്ക് ED ഇറങ്ങിയത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. CPM-മായി കൊണ്ട് ഞങ്ങൾ ഒരു സന്ധിക്കും ഞങ്ങൾ പോകാറില്ല. ഈ സന്ധി സംഭാഷണം CAA വിഷയമായിക്കോട്ടെ, കേരളത്തിലെ പ്രചണ്ഡ പല വിഷയങ്ങളും ചെയ്തത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കുന്നത് BJP-യാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രസ്ഥാനവുമായിട്ട് CPM-ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. പിന്നെ നേരത്തെ ശ്രീജിത്ത് വാര്യർ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ BJP-യുടെ രാഷ്ട്രീയ നിരീക്ഷണം അതിക്ഷമാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി വൈരാഗ്യാധിഷ്ഠിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ BJP നിരീക്ഷണം. അതിനൊരു സംശയം വേണ്ട. കാരണം നമ്മുടെ ശ്രീത് പണിക്കരുടെ സ്റ്റാൻഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കോൺഗ്രസും വ്യൂ പോയിന്റ് BJP-യാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് BJP-യുടെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ക്ലാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടാവില്ല, അദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നിഷ്പക്ഷമായിട്ട് അദ്ദേഹം പറഞ്ഞ ആകമാനം പ്രശ്നമാണെന്ന് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ നോക്കൂ, 24,000-ഓളം ബൂത്തുകളിൽ വളരെ വ്യവസ്ഥാപിതമായി ബൂത്ത് സമ്മേളനം നടന്നു. മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു, ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു, ജില്ലാ വിഭജനം നടത്തി 30ഓളം ജില്ലകളാക്കി മാറ്റി, സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. നിങ്ങൾ നോക്കൂ, ഇവിടെയൊക്കെ നോക്കൂ, ഒരു തരിമ്പ്, ഒരു ഏതെങ്കിലും തരത്തിൽ എതിർപ്പിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത രീതിയിൽ എത്ര മനോഹരമായിട്ടാണ് സംഘടനാ സംവിധാനം ചലിച്ചത്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെടുക്കുന്നവരെ ഒറ്റക്കെട്ടാണ് പാർട്ടി. പിന്നെ ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ BJP-യുടെ പ്രവർത്തകന്മാർ മറ്റൊരു ഇതര സ്ഥാനങ്ങളിൽ പെട്ട ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് BJP-യുടെ ഇതുവരെ ഒന്നും ഒരു ചുക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ BJP ഒന്നുമല്ലാത്ത സമയത്ത് ഇന്നും ഒരു പാർലമെന്ററി വ്യാമോഹമില്ലാതെ ഈ കൊടി പിടിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തകരാണ് BJP-യുടെ ശക്തി. അങ്ങനെയുള്ള BJP-യുടെ പ്രവർത്തകർ ഏതെങ്കിലും ഒരു നേതാവിന്റെ വാക്ക് കണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇത് ബലിദാനികളുടെ പ്രസ്ഥാനമാണ്, ചോരയും നീരും വിയർപ്പെന്ന് ഉയർന്ന പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു നേതാവ് വിചാരിച്ച തോൽപ്പിക്കലൊന്നും നടക്കില്ല. ഇപ്പൊ VV രാജേഷ് കൗൺസിലറാണ്. ഏറ്റവും കൂടുതൽ രാജീവ് ചന്ദ്രശേഖരന്റെ മൃഗീയമായി വോട്ട് കിട്ടിയത് അദ്ദേഹത്തിന്റെ കൗൺസിലറായി നിൽക്കുന്ന വാർഡിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ തട്ടകമായ അവിടുത്തെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ 72 സീറ്റിലാണ് BJP ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ തട്ടകമായുള്ള വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും ഒക്കെ BJP-ആണല്ലോ ലീഡ്. അപ്പൊ എന്താണ്, 1 ലക്ഷത്തിനടുത്ത് BJP തോറ്റിരുന്ന സ്ഥലത്ത് നിന്ന് 16,000 എന്ന് പറയുന്ന വിജയിക്കുന്ന അടുത്തേക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് VV രാജേഷ് ചെയ്തത്. അതുപോലെ ആറ്റിങ്ങൽ, അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആവുന്ന സമയത്താണ് ആറ്റിങ്ങലിനകത്തായിക്കോട്ടെ ഈ പറയുന്ന തിരുവനന്തപുരത്തായിക്കോട്ടെ 20,000 തോട്ടു താഴെയാണ് ഒരു പ്രസ്ഥാനം തോൽക്കുന്നത്. 1 ലക്ഷത്തിന് ഭൂരിപക്ഷത്തെ 16,000-ഓ 17,000 ആക്കുന്ന സമയത്ത് അങ്ങനെ പ്രവർത്തിച്ച ജില്ലാ പ്രസിഡന്റിനെതിരെ ഇപ്പോഴൊരു ആരോപണം ഉയരുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ബോധപൂർവമാണ് BJP-ക്ക് അകത്തുള്ള ഐക്യവും അതുപോലെ BJP-യുടെ സംഘടന ഒക്കെ കണ്ടുകൊണ്ട് അല്ല പ്രിന്റു അത് മനസ്സിലാക്കേണ്ടത് ഞങ്ങളല്ല, നിങ്ങളുടെ ഇടയിൽ നിന്നാണ് വന്നത്. നിങ്ങൾ വൈകാരികമായി പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് അകത്തു നിന്നാണ് ഇത് പുറത്തു വന്നത്. അല്ല, നിങ്ങൾ VV രാജേഷിന്റെ ഐതിഹാസികമായ പോരാട്ടം പാർട്ടിയിൽ ആർക്കൊക്കെയോ മനസ്സിലായിട്ടില്ല. പ്രിന്റു, പാരമ്പര്യമുള്ള പ്രവർത്തകരാണ് BJP-ക്കുള്ളത്. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ BJP-യുടെ പ്രവർത്തകരെ ഇങ്ങനെ പാരമ്പര്യം
പാരമ്പര്യവും പ്രവർത്തനവും ഒന്നും പറയുന്നില്ല. ആ പോസ്റ്റ് അല്ല, നിങ്ങളുടെ വൈകാരിക പ്രസംഗം ഒന്നും വേണ്ട. ഇപ്പൊ വി വി രാജേഷിനെ വെള്ളപൂശാൻ വേണ്ടി പ്രിന്റു ഇറങ്ങി. ഞങ്ങളല്ല ഉന്നയിച്ചത്. ബിജെപിയുടെ ആഫീസിന്റെ മുന്നിൽ വന്ന പോസ്റ്ററിന്റെ ഉത്തരവാദിത്വം ആർക്ക്? ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരുടെയും തലോടല് കേട്ടുകൊണ്ട് മുന്നോട്ട് പോയ പ്രസ്ഥാനമൊന്നുമല്ല. അപ്പൊ ആരോപണങ്ങൾ ഞങ്ങൾ നേരിട്ട്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ഇനി കേരളത്തിൽ പൊതുസമൂഹം വിലക്കെടുക്കാൻ പോകുന്നത്. അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനത സ്വീകരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പറയുന്ന വിജയ കുതിപ്പിലോ ഞങ്ങൾ നടത്തുന്ന ജൈത്രയാത്രയിലോ നിങ്ങൾ ഇങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല സഹോദരന്മാരെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിൽ നിന്നുള്ള കുറെ ആളുകൾ ബി ജെ പിക്ക് വന്ന് ഈ ആയാറാം കെയാറും ഈ കേരളത്തിൽ കൊണ്ടുവന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പ്രതിശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഞങ്ങളുടെ കൂടെ വരും. അതുകൊണ്ടാണ് എ കെ ആന്റണിയുടെ മകൻ ഞങ്ങളുടെ കൂടെയാണ്, കെ കരുണാകരന്റെ മകൾ ഞങ്ങളുടെ കൂടെയാണ്. ഇന്ന് ബി ജെ പിയുടെ അനവധി മുഖ്യമന്ത്രികൾ കോൺഗ്രസിന്റെ പഴയകാല കോൺഗ്രസ് സന്ദീപ് വാര്യരുടെ കാര്യത്തിലും അത് അപ്ലൈ ചെയ്യണം. സന്ദീപ് വാര്യരുടെ കാര്യത്തിലും അത് അപ്ലൈ ചെയ്യണം. ശരി, സമയക്കുറവുണ്ട്, ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കണം, സമയക്കുറവുണ്ട്. ശ്രീജിത്ത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അദ്ദേഹം, നമുക്കറിയാം, തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം പുലർത്തിയ ഒരു സ്ട്രാറ്റജി ഉണ്ട്, വളരെ കൃത്യമായി വർക്ക് ചെയ്തു, ചെറിയ വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു. പക്ഷേ അതിന് പാകപ്പെട്ട് വരണം ബി ജെ പിയുടെ മറ്റു നേതാക്കളും പ്രവർത്തകരും എന്നുള്ളതല്ലേ? ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പിസം മാറ്റിവെച്ച്, പോസ്റ്റർ യുദ്ധം മാറ്റിവെച്ച് അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുക, അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നിശ്ചയമായും അത് മാത്രമാണ് അദ്ദേഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഈ താഴെ തട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയമില്ല എന്ന് പറയുന്നതോ, കേരളത്തിലെ രാഷ്ട്രീയം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ടു കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയുന്നതോ, അദ്ദേഹത്തിൻ്റെ കോസ്മോപൊളിറ്റൻ ഇമേജ് കൊണ്ട് സാധാരണക്കാരുമായിട്ടൊരു കോഡ് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന വിമർശനങ്ങളിലൊന്നും തന്നെ ഒരു കാര്യവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തന്നെ ഇവിടെ വളരെ ചുരുങ്ങിയ സമയത്താണ് തീരദേശ മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ച് വിവിധ ജീവിത നിലവാരത്തിലുള്ള വിവിധ തൊഴിൽ മേഖലകളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മണ്ഡലങ്ങളിൽ വളരെ ഉയർന്ന നമ്പർ ഓഫ് വോട്ട്സ് അവർക്ക് പോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിലൊന്നും തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അതിശയോക്തി ഒന്നും തന്നെ പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. പിന്നെ പ്രാക്ടിക്കലി അദ്ദേഹം ആ സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ തന്നെ കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മളെ BJPയുടെ ചരിത്രം പഠിപ്പിക്കാനായിട്ട് ശ്രീ പ്രിന്റു ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു തരേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്രയും വലിയ പ്രവർത്തന പരിചയമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ 4 വർഷം മുമ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാനന്തവാടിയിൽ, താങ്കൾ പറഞ്ഞല്ലോ ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും എല്ലാ താഴെ തട്ടുകളിലേക്കും ഒക്കെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമുണ്ട്. മാനന്തവാടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിച്ചിരുന്നു. മണിക്കുട്ടൻ എന്നാണ് പേര്. ആ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂറിനകം മണിക്കുട്ടൻ ഇവിടെ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് പറഞ്ഞു, ദൈവത്തിനാണ് ഞാനിത് കണ്ടതുമല്ല കേട്ടതുമല്ല, എനിക്കിവരാരാണെന്ന് അറിയത്തുപോലുമില്ല എന്ന്. അപ്പോൾ അതാണ് സംഘടനാ സംവിധാനം. പിന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ചെറിയ പാർട്ടിയായിട്ട് BDJSന്റെ പോലും പിന്തുണയില്ലാതെ 140 മണ്ഡലങ്ങളിലും BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്നും ഈ 140 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ ഒപ്പില്ല എന്നതിൻ്റെ പേരിൽ ഗുരുവായൂർ അടക്കം 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ലായിരുന്നു. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനവും പോൾ ചെയ്തിരിക്കുന്ന BJPയുടെ വോട്ടുമൊക്കെ താഴെ പോയി. അപ്പോൾ ഇതൊക്കെ നല്ല വിമർശനമല്ലേ? ഇനി ഈ വിമർശനം പറയുന്നതെല്ലാം കോൺഗ്രസ്സുകാരും ഇങ്ങനെ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആൾക്കാരുമാണ് എന്ന് പറഞ്ഞാൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി നിർണയം തെറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ മാത്രമല്ലല്ലോ BJP കോൺഗ്രസ്സുകാരനാക്കേണ്ടത്. BJPയുടെ നാഷണൽ കൗൺസിൽ അംഗമല്ലേ ശിവരാജൻ, അദ്ദേഹം പറഞ്ഞ ഇതേ അഭിപ്രായമല്ലേ? BJPയുടെ അവിടെയുള്ള നഗരസഭയുടെ അധ്യക്ഷ പ്രമീള ശശിധരൻ, അവർ പറഞ്ഞത് ഇതേ അഭിപ്രായമല്ലേ? അവർ കോൺഗ്രസ് ആണെന്ന് പ്രിന്റു മഹാദേവിന് ഒരു അഭിപ്രായമുണ്ടോ? വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. അതോ പറയുന്ന ശ്രീജിത്ത് പണിക്കർ മാത്രം കോൺഗ്രസ്സുകാരനായി മാറുകയും BJP വിരുദ്ധനായി മാറുകയും ചെയ്യുകയാണോ? ഇനി അഥവാ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത്? ഞാനിവിടെ VV രാജേഷിനെ പറ്റി പറഞ്ഞത് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഘട്ടം ഘട്ടമായി വളരുന്നു എന്ന് പറയുമ്പോൾ പോലും ശ്രീ O രാജഗോപാൽ എന്നൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഏതാണ്ട് സമാനം നമ്പർ ഓഫ് വോട്ടിലാണ് പരാജയപ്പെട്ടത്. അദ്ദേഹം പരാജയപ്പെടുന്ന സമയത്തും തിരുവനന്തപുരം മണ്ഡലം, തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏതാണ്ട് 1500-2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP ഒന്നാമതായിരുന്നു പ്രിന്റു. അവിടെ നിന്ന് ഇപ്പോൾ വളരെ താഴേക്ക് പോയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അസംബ്ലി സെഗ്മെന്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ.
അതിലുള്ള എല്ലാ അർബൻ മണ്ഡലങ്ങളിലും ഈ തീരദേശ മണ്ഡലങ്ങളിൽ അടക്കം 4 മുതൽ 6% വരെ BJP വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. പക്ഷേ ഈ 4%-ലും താഴെ പോയിരിക്കുന്ന ഒരേ ഒരു സ്ഥലം ട്രിവാൻഡ്രം സെൻട്രലാണ്. അതെന്തുകൊണ്ടാണ്? ഒ രാജഗോപാലിന് ഒന്നാമത് വരാൻ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർ വന്ന് നിൽക്കുമ്പോൾ അർബൻ ഏരിയയിൽ, മറ്റുള്ള അർബൻ ഏരിയയിലെല്ലാം വലിയ ഭൂരിപക്ഷം 11,000, 12,000, 22,000, പക്ഷേ ഇവിടെ മാത്രം 5,000, 6,000 വോട്ട് താഴെ പോവുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇനി ഒരു ജില്ലാ അധ്യക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ജില്ലയിലെ ഇപ്പോൾ കോർപ്പറേഷൻ തിരുവനന്തപുരം അത് സംഘടിപ്പിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് എങ്കിൽ ഇപ്പോൾ ശ്രീ വി രാജേഷ് അവിടെ ഒരു കൗൺസിലർ കൂടിയാണല്ലോ. എത്ര നമ്പർ ഓഫ് സീറ്റ്സാണ് ഉള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്? ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം എന്താണ്? അപ്പോൾ അതായത് നിങ്ങളുടെ സ്റ്റാഗ്നന്റ് പോയിന്റ് എത്തി എന്ന രീതിയിലേക്ക് പറയുകയും അങ്ങനെ വ്യാഖ്യാനിക്കാൻ അവസരം കൊടുക്കുകയും 35 സീറ്റിന് മുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉള്ളപ്പോൾ ആ നിലയ്ക്കല്ല ഒരു സംസ്ഥാന ഒരു ജില്ലാ അധ്യക്ഷൻ പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പോൾ അവിടെ കൂടുതലായിട്ട് പാർട്ടിയെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പോരാ എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള വിമർശനമാണ്. ശരി, ഇടപെടുകയാണ്. ഒരു മിനിറ്റ് ശ്രീ പ്രിൻഡോ, ഒരു മിനിറ്റ് പ്രിൻഡോ, അത് വിമർശനമായിരുന്നു. ഒരു മിനിറ്റ് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിൻഡോ. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ കേൾക്കാനുള്ള പാർട്ടി വേദികളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ എവിടെയായിരുന്നാലും ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ. അത് എല്ലാ കാര്യത്തിനകത്തോട്ടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ, ഇപ്പൊ തൃശ്ശൂർ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് പാർട്ടി ചേർത്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്ഥിരാംഗങ്ങളുള്ള ജില്ല തിരുവനന്തപുരമാണ്. പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമ്പർ 1 വരുന്നത് ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരമാണ്. ഇപ്പൊ ഞാൻ തൃശ്ശൂരിലേതാണ്, തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. തൃശ്ശൂരും തിരുവനന്തപുരവും തമ്മിൽ ഈ പാർട്ടി പരസ്പരം ഒരു ഭയങ്കര ഒരു മത്സര ബുദ്ധിയോടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് ആവുമ്പോൾ തന്നെയാണല്ലോ ഈ ആറ്റിങ്ങലിലും ഇവിടെയൊക്കെ ഇത്രയും വോട്ടിങ്ങിന്റെ പെർസെന്റേജ് കൂടിയിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും പരമായിട്ട് വ്യക്തികൾക്ക് ഒരാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സംഘടനാപരമായിട്ടൊരു പുനഃസംഘടന ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കും. ഇതിനെയൊന്നും പാർട്ടി ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതിന് ഞങ്ങൾക്ക് പറയാം. തീർച്ചയായും നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ പ്രിൻഡു, ഒപ്പം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ നിജേഷ് അരവിന്ദ് ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും പോസ്റ്റർ യുദ്ധം പാർട്ടിക്ക് നല്ല സന്ദേശമല്ല, പുതിയ അധ്യക്ഷന് ശുഭലക്ഷണവുമല്ല. ഈ ചർച്ച പൂർത്തിയാക്കുന്നു. നമസ്കാരം.